ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ദുബായിയുടെ വാണിജ്യ കേന്ദ്രമായ ബർദുബായിലാണ്. എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ് ദുബായിലെ ബർദുബായ്. ദുബായിയുടെ പഴമ കാത്ത് സൂക്ഷിക്കുന്ന അൽഷിൻഡാഗ മ്യൂസിയം, അതുപോലെ തന്നെ അബ്ര എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ ബോട്ട് സർവീസുകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ ധാരാളം ഷോപ്പുകൾ, തുണിത്തരങ്ങളും അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ധാരാളം ചെറിയ ഷോപ്പുകളും കൊണ്ടും ഒരു കാഴ്ച വസന്തമാണ് ബർദുബായിലുള്ളത്. ഈ കാണുന്ന അവിടുത്തെ ഒരു സായാഹ്ന കാഴ്ചയാണ്. ആ ക്രീക്കിൻ്റെ മുകളിലായിട്ട് ധാരാളം പ്രാവുകളുടെ ഒരു കൂട്ടം തന്നെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡും കൊടുക്കുന്നുണ്ട്. ആ ഫുഡ് വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ അത് കുത്തിയെടുക്കാനായിട്ട് അത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ താഴ്ന്നു പറക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നിന്ന ശേഷം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഗ്രാൻഡ് സൂക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന ടൈമിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് ഈ അബ്ര സർവീസുകളാണ്. ചെറിയ ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ ബോട്ടുകളാണ്. ഇതിൽ നമ്മൾ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ദിർഹമേ വരുന്നുള്ളൂ. ഇവിടുന്ന് ദേറിയിലേക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് സൂക്കിലാണ്. ദുബായ് വരുന്നവരാരും ബർദുബായ് കാണാതെ പോവില്ല. അത്രയും ധാരാളം ഷോപ്പിംഗ് വിസ്മയമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡിലുമായിട്ട് ധാരാളം ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ആയിട്ട് ധാരാളം ചെറിയ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അതുപോലെ തന്നെ സ്പൈസസ് വിൽക്കുന്ന കടകൾ, അതുപോലെ തന്നെ ബാഗുകൾ, ചെരുപ്പുകൾ, അങ്ങനെ ധാരാളം കടകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഷോപ്പിങ്ങിന് മാത്രമല്ലാതെ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നവരുണ്ട്.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ബർദുബായിലെ പക്കവട സ്ട്രീറ്റിലേക്കാണ്. ഇവിടുത്തെ പക്കവടയും സമൂസയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ ബർദുബായ് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.